എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ശരിക്കും ആരോഗ്യമന്ത്രിയും ആ വകുപ്പും കേരളത്തിന് തന്നെ ഒരു ബാധ്യതയായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പ്രതിപക്ഷ സംഘടനകള് ഭരണത്തിന്റെ പിഴവോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് ആ വ്യക്തിയോടുള്ള വ്യക്തിപരമായ വെല്ലുവിളി അല്ല എന്നൊരു കാര്യം ഇനിയെങ്കിലും വീണ ജോർജ് എന്ന മന്ത്രിയെ ആര് പറഞ്ഞു മനസ്സിലാക്കുമെന്നുള്ള ഒരു കാര്യമാണ്. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. കാരണം തനിക്കെതിരെ വരുന്ന ഓരോ മുദ്രാവാക്യത്തെയും ഓരോ പ്രതിഷേധത്തെയും വളരെ വ്യക്തിപരമായി എടുക്കുകയും അത് ഒരു ഡ്രാമ കാണിക്കാനുള്ള അല്ലെങ്കിൽ തന്റെ ധൈര്യം കാണിക്കാനുള്ള തന്റെ അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് വീണ ജോർജ് എടുക്കുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം. ഈ സംഘടനാ പാരമ്പര്യം അല്ലെങ്കിൽ ജനാധിപത്യ രീതിയെ കുറിച്ച് അടുത്ത് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഇവിടെ KSUക്കാർ 4-5 KSUക്കാർ 35ഓളം പോലീസുകാരെ ആണ് അവിടെ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. വീണ ജോർജിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് പോലും അവരെത്തിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഉൾപ്പെടെയുള്ളവർ നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നേതൃത്വവും KSU സംസ്ഥാന കമ്മിറ്റിയും തിരിച്ച് വെല്ലുവിളിക്കുകയാണ്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണം. ഇവിടെ എല്ലാ തരം മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇടതുപക്ഷത്തെ CPM-ന്റെ എല്ലാ അജണ്ടകൾക്കും ഒരു മര്യാദ നോക്കാതെ പിന്തുണ കൊടുക്കുന്നവർ വരെ അവിടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു രംഗം ദ്രോഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അത് സൂം ചെയ്തോ കട്ട് ചെയ്തോ ഏതെങ്കിലും ഒരു രംഗം ഏതെങ്കിലും സെക്കൻഡുകളെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഇന്ന് കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകര് വീണ ജോർജ് എന്ന മന്ത്രിയുടെ തൊട്ടടുത്ത് എത്തുകയോ പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും. അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ കാലഘട്ടമല്ലേ ഇത്രയ്ക്ക് ചാനലുകളും ക്യാമറകളും ഉള്ള കാലഘട്ടത്തില് ഒരു നാടിനെ സംഘർഷത്തിലേക്ക് വെറുതെ ആഹ്വാനം ചെയ്ത് വിടുക എന്നതിനപ്പുറം എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ഒരു തെളിവ് കേരളത്തിന് മുൻപിൽ അവർക്ക് വെക്കാൻ പറ്റുമോ എന്ന് KSUക്കാർ ഇവിടെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങി. ഇവിടെ ഈ പറയുന്ന KSU പ്രവർത്തകര് സംഘർഷം ഉണ്ടാക്കി എന്ന് പറയുമ്പോ ശരിക്കും ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു കരിങ്കൊടി പ്രതിഷേധത്തില് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റുന്നത് ആർക്കാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് നിങ്ങളൊന്ന് ശരിക്കും ആ ദൃശ്യങ്ങൾ നിഷ്പക്ഷമായി യാതൊരു രാഷ്ട്രീയമില്ലാതെ ശരിക്കും ശാരീരികമായ വേദനയും ബുദ്ധിമുട്ടും ആ രംഗത്തില് ആ ദൃശ്യങ്ങളിൽ ആർക്കാണ് ഉണ്ടായെന്നൊന്ന് നമ്മൾ നോക്കിയാൽ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. അവിടെ ശരിക്കും മൽപ്പിടുത്തം നടത്തേണ്ടി വന്നത് വീണ ജോർജിന്റെ ആവേശത്തെ, പാഞ്ഞടക്കുന്ന മന്ത്രിയെ തടയാൻ നോക്കിയ കുറച്ച് വനിതാ പോലീസുകാരും കുറച്ച് സുരക്ഷിത പോലീസുകാർക്കും അല്ലേ ശരിക്കും അവിടെ ഇന്ന് റെസ്റ്റ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ശാരീരിക വേദന അനുഭവിക്കേണ്ടത്. പറഞ്ഞിരിക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ. അത്ര ശക്തിയായിട്ടല്ലേ, അത്രയും അക്രമാസക്തമായിട്ട് ആക്രോശിക്കുന്ന രീതിയില് പാഞ്ഞടുക്കുന്ന രീതിയിലാണ് മന്ത്രി ആവേശവും പരാക്രമവും വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ കാണിച്ചത്. നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി. ഒരുപക്ഷെ AC റൂമിൽ അല്ലെങ്കിൽ ചാനൽ റൂമിൽ ഇരുന്ന് മാത്രം ശീലിച്ചത് കൊണ്ടായിരിക്കാം ഇത്രയും വലിയ രീതിയിലേക്ക് ആരോഗ്യ കേരളം കൂപ്പുകുത്തി ഒരു ബൂത്തില് ഒരു ചികിത്സാ പിഴവ് എന്ന രീതിയിലേക്ക് ആരോഗ്യ കേരളത്തെ ആക്കിയ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകും. അത് കരിങ്കൊടി പ്രതിഷേധമെല്ലാം ജനാധിപത്യ നാട്ടില് അടിസ്ഥാനപരമാണെന്ന് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങി. കേരളം എന്ന് പറയുന്നത് രാജഭരണമല്ല, ജനാധിപത്യ നാടാണ്. അവിടെ വീണ ജോർജ് എന്ന മന്ത്രി ഒരു മഹാറാണിയുമല്ല. KSU പ്രവർത്തകര് കേരളത്തിൽ ഉടനീളം കരിങ്കൊടി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് നാളുകൾ മുഴുവൻ സമയം മന്ത്രിക്ക് പുറകിൽ തന്നെ ഉണ്ടാകും. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് തങ്ങൾക്ക് പിന്തുണ എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയുടെ പിഴവ് കൊണ്ട്, ചികിത്സാ പിഴവ് കൊണ്ട്, അല്ലെങ്കിൽ ശസ്ത്രക്രിയ പിഴവ് കൊണ്ട് അനേകായിരം രോഗികള് അവരുടെ ജീവിതത്തിന്റെ ഗതി തന്നെ അട്ടിമറിച്ചിട്ട പരാജയത്തിൽ ആണ്ടുപോയ ഒരു ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിന്റെ മുഴുവൻ പിന്തുണയുണ്ടാകും. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു.
ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ആ പ്രതിഷേധങ്ങളിൽ ഒരുപാടൊന്നും ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെ അഭിനയിച്ച് തകർക്കേണ്ട ഗതികേട് ഉണ്ടാവില്ല. കാരണം ഉടൻ തന്നെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് കേരള ജനത റിട്ടയർമെന്റ് നൽകാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഇടതുപക്ഷത്തിന് പോലും റിട്ടയർമെന്റ് നൽകേണ്ട ഒരു ദിവസങ്ങളാണ് ഇനി വരാനുള്ളതെന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ചർച്ചകളെ, പുതുയുഗ യാത്രയുടെ ജനസ്വീകാര്യതയെ, ആരോഗ്യ വകുപ്പ് അമ്പെ പരാജയപ്പെട്ടതൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടി ഇത്രയും ചാനലുകള്, ദൃശ്യമാധ്യമങ്ങൾ സാക്ഷ്യം നൽകിയ ഒരു സംഭവത്തെ വളച്ചൊടിച്ച് എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. കോൺഗ്രസ് ഓഫീസുകൾ തകർത്ത് കുറച്ച് KSUക്കാരെ ആക്രമിക്കാമെന്നൊക്കെ ഒരു ചർച്ചയുടെ ഗതി മാറ്റിവിട്ട് അക്രമം അഴിച്ചുവിടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയും നേതൃത്വം കയ്യിൽ തന്നെ വെച്ചാ മതിയെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കേരളത്തിലെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇവർ പുതുയുഗ യാത്രയെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കള് ആഹ്വാനം കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇവിടെ KSUവിന് മുന്നിലേക്ക് വെക്കാനുള്ള രണ്ട് ആവശ്യങ്ങൾ. ഒരെണ്ണം കേരളത്തിലെ മലയാളികൾ മൊത്തം ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ആവശ്യമാണ്. ഇവിടെ തകർപ്പൻ അഭിനയം കാണിച്ചുകൊണ്ട് ഭരണത്തിന്റെ പിഴവ് മറയ്ക്കാൻ ശ്രമിക്കുന്ന വീണ ജോർജ് എന്ന മന്ത്രിയെ കേരളത്തിലെ മികച്ച നടിയായിട്ട് നോമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ KSU തന്നെ മുന്നോട്ടേക്ക് സജസ്റ്റ് ചെയ്യാൻ. രണ്ടാമത്തേത് KSUവിന്റെ സംഘടനാപരമായിട്ട് മാത്രമുള്ള ഒരു ആവശ്യം. നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ KSUവിന്റെ സംഘടനാപരമായിട്ട് കേരള സർക്കാരിനോടുള്ള ആവശ്യം ജനറൽ ആശുപത്രിയിൽ നിന്ന് മന്ത്രി പേര് വെട്ടി ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുമ്പോൾ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ഉപകരണങ്ങളൊന്നും മന്ത്രിയുടെ ശരീരത്തിൽ ഇല്ല എന്ന് കേരള സർക്കാർ തന്നെ ഉറപ്പുവരുത്തണം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ ഇവര് പറയും സമരം ചെയ്യാൻ വേണ്ടി, കരിങ്കൊടി കാണിക്കാൻ വേണ്ടി വന്ന KSUക്കാരാണ് അത് ചെയ്തേ എന്ന് വീണ്ടും പറയുന്ന ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ സണ്ണിക്കുട്ടി സാർ എല്ലാം പറഞ്ഞു വീണ എന്ന മന്ത്രിയുടെ, എന്ന വ്യക്തിയുടെ കഴിവുകേടിനെ കുറിച്ച്. ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വീണ എന്ന വ്യക്തിയുടെ കഴിവുകേടിനെ അല്ല KSU രാഷ്ട്രീയകരമായി പ്രതിഷേധിക്കുന്നതോ അഡ്രസ് ചെയ്യുന്നത്. ആരോഗ്യ വകുപ്പ് ഇത്രത്തോളം പരാജയപ്പെട്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനേറ്റ പരാജയത്തിനെതിരാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത്. എന്നെ സംശയിക്കരുത്. മന്ത്രി മൈക്ക് വെച്ച് കിട്ടി പറയുന്നുണ്ടായിരുന്നു ആംബുലൻസ്, പ്രൈവറ്റ് ആംബുലൻസ് ജീവനക്കാര് കൈക്കൂലി മേടിക്കുന്ന പ്രശ്നത്തെ കുറിച്ച്. ആരോടാണ് ഇത് മൈക്ക് വെച്ച് പറയുന്നത്? കേരളത്തിലെ ആൾക്കാരോട് ഇത് പറയുമ്പോൾ ആരാണ് ഈ സിസ്റ്റത്തിന്റെ തകർച്ച കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കണ്ടേ? പിണറായി വിജയൻ മന്ത്രിയെ സന്ദർശിക്കാൻ ചെന്നുള്ള കാര്യമാണ്. എത്ര ചികിത്സാ പിഴവുകളെയാണ് ഈ സർക്കാർ തിരിഞ്ഞു നോക്കാതിരുന്നത് എന്നുള്ളത് നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? തൊലിക്കട്ടിയെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠെം ജെല്ലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെ ഉള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നു. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്ക, കേട്ട് തൊഴിൽ രുചിയ. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.